ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് വന്നിട്ടുള്ളത് ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മാത്രമല്ല കേട്ടോ, കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൻ്റെ കൂടെയും അതുപോലെ തന്നെ ഈവനിങ് സ്നാക്സ് ആയിട്ടും എപ്പോൾ വേണമെങ്കിലും നമുക്ക് കറികളൊന്നും ഇല്ലാതെ കഴിക്കാൻ പറ്റും നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. ഇത് നമ്മൾ ആട്ടപ്പൊടി വെച്ചിട്ടാട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ആട്ടപ്പൊടിയൊക്കെ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. 3 കപ്പ് ആട്ടപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ മൈദയും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് സാധാ പച്ചവെള്ളത്തിൽ നമുക്ക് ചപ്പാത്തി മാവൊക്കെ കുഴക്കണം അതേ ഒരു രീതിയിൽ ഞാനത് നന്നായിട്ട് കൈ വെച്ചൊന്ന് കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ അത് കുഴച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് ഞാനിവിടെ ചിക്കനും ഉരുളൻകിഴങ്ങും കൂടി ഉപ്പിട്ടിട്ട് കുക്കറിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ്. നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. അതിനുശേഷം ഇതാ ഞാനിവിടെ പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഞാൻ 2 സവാള ചെറുതാക്കി കൊത്തി അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല പൊടിയായിട്ട് അരിഞ്ഞ സവാളയാണ്. ഇത് നന്നായിട്ട് ഈ എണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാളൊക്കെ നല്ല രീതിയിൽ വഴറ്റി വന്നപ്പോൾ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് മസാല ഇട്ട് കൊടുക്കുകയാണ്. ഞാനിവിടെ 3/4 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. മസാലകൾ അധികം ഇടാൻ പാടില്ല കേട്ടോ, കുറച്ചേ ഉണ്ടാകാൻ പാടുള്ളൂ. മസാലയുടെ കുത്തലുണ്ടാകുമ്പോൾ നമ്മുടെ സ്നാക്സ് അത്രയ്ക്ക് അങ്ങോട്ട് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി മസാലയൊക്കെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നല്ല രീതിയിൽ തന്നെ അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് നമ്മൾ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ചിക്കൻ വേവിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച പൊട്ടാറ്റോ ഒന്ന് ഉടച്ചെടുത്തിട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ 2 പൊട്ടാറ്റോ കേട്ടോ, വലിയ സൈസ് 2 പൊട്ടാറ്റോയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ആവശ്യത്തിനുള്ള ക്വാണ്ടിറ്റി എടുക്കുക. ചിക്കനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള ക്വാണ്ടിറ്റി എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചപ്പാത്തി മാവൊക്കെ ഒന്ന് കുഴച്ചെടുക്കാം. നമുക്ക് ഇതിലേക്ക് മല്ലിയില ഉണ്ടെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കട്ടോ. ഞാൻ എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേർക്കാതിരുന്നത്. ഇനി നമ്മൾ കുഴച്ച് വെച്ച ചപ്പാത്തി മാവിൽ നിന്ന് വലിയൊരു ബോൾ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കുക കേട്ടോ. നല്ല തിന്നാവേണ്ട, ആവശ്യത്തിന് കട്ടിയിൽ അങ്ങനെ പരത്തിയെടുക്കാം. ഇനി ഈ മിക്സ് ഉണ്ടല്ലോ നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ അത് ഇതിൻ്റെ മേലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഒരേ ലെവലിൽ നല്ല കട്ടിക്ക് അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കണം കേട്ടോ. ഇങ്ങനെ റോൾ ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. എളുപ്പമുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത്, അധികം പണിയൊന്നുമില്ല. അപ്പോൾ അത് നമ്മുടെ ഒറ്റ ചപ്പാത്തിയിൽ തന്നെ ഇത്രയും സ്നാക്സ് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ഇതൊന്ന് പ്രസ് ചെയ്തെങ്ങാണ്ട് ഒന്ന് ചെറുതായ രീതിയിൽ ഒന്ന് പരത്തിയെടുത്താൽ മതി. ഇതെല്ലാം അതേപോലെ നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ അതാ എല്ലാം ഞാനൊന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാനിൽ വെച്ചിട്ട് ഇതൊന്ന് ചുട്ടെടുക്കണം. നെയ്യ് ഒഴിച്ചിട്ടാട്ടോ നമ്മളിത് ചുട്ടെടുക്കുന്നത്. അപ്പോൾ പാൻ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണ് നെയ്യാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നെയ്യിലാവുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ആട്ടോ. അല്ലാതെ നെയ്യില്ല എന്നുണ്ടെങ്കിൽ ഓയിൽ ചുട്ടെടുത്താലും മതി.
നെയ്യ് ഒഴിച്ചിട്ടാട്ടോ ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് തന്നെ ഇത്രയധികം സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. രാവിലെ ആണെന്നുണ്ടെങ്കിലും അധികം ബുദ്ധിമുട്ടില്ലാതെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും. കറീൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ഇനിയിപ്പോൾ കറി വേണമെന്നുണ്ടെങ്കിൽ തന്നെ കുറച്ച് സോസ് ഉപയോഗിച്ചിട്ട് അങ്ങനെ നമുക്കിത് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഇതേപോലെ കുറച്ച് നെയ്യ് ഇങ്ങനെ തൂവി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് രണ്ട് സൈഡും നല്ല രീതിയിലൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ. കുട്ടികൾക്കൊക്കെ സ്കൂളിലൊക്കെ കൊണ്ടുപോയാലൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. ഞാൻ എൻ്റെ മകൻക്ക് ഇത് സ്കൂളിലേക്ക് കൊടുത്തപ്പോൾ അവിടെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു. ഇനിയും കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ മോൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണം കേട്ടോ.